സ്വാതന്ത്ര്യമാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഈ സ്വാതന്ത്ര്യം എല്ലാവരും അനുഭവിച്ചുകൊണ്ടാണോ ഇന്ന് നമ്മൾ ജീവിക്കുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. പ്രത്യേകമായിട്ടും പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ നിറഞ്ഞ ഒരു മനുഷ്യ സമൂഹമാണ് ഇന്ന് നമ്മൾ കാണപ്പെടുന്നത്. പല വിധത്തില്, ഒരു വിധത്തിലല്ല രോഗത്താല്, അല്ലെ വേദനയാല്, കടബാധ്യതകളാല്, പ്രതികൂലങ്ങളാല്, മദ്യം, മയക്കുമരുന്ന്, ഇങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും ഈ ലോകത്തിന്റെ എല്ലാ ആഡംബരങ്ങളില് അവിടുന്ന് മുഴുകി ജീവിക്കുന്ന ഒരു മനുഷ്യന് പ്രത്യേകമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ് ഒരു സ്വാതന്ത്ര്യം, ഒരു ആത്മീയ സ്വാതന്ത്ര്യം, മനസ്സിന്റെ ഒരു സ്വാതന്ത്ര്യം. ഇത് നൽകുവാൻ ഒറ്റ ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ എന്ന് ഉച്ചത്തിൽ പറയുന്നതിന് വേണ്ടി, അവന്റെ നാമം ഏറ്റുപറയുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ ഈ കൊഴിഞ്ഞാമ്പാറ ബസ് സ്റ്റാൻഡിലായിരിക്കുന്നത്. കർത്താവായ യേശുവിന്റെ രക്ഷ അനുഭവിച്ചറിഞ്ഞ, അത് ജീവിതത്തിലും മനസ്സിലും ആത്മീയവും ഭൗതികവുമായി അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ആ രക്ഷയെ സ്വന്തമാക്കുവാൻ നിങ്ങളെയും പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിമിഷം കർത്താവായ യേശുവിന്റെ ആ സാന്നിധ്യം, ആ നാമം വിളിച്ച് പറയുന്നതിന് വേണ്ടി ഞങ്ങളിവിടെ ആയിരിക്കുന്നത്. പ്രത്യേകമായിട്ട് യേശു ക്രിസ്തു പറയുന്നു പൗലോസ്ലീഹായിലൂടെ 1 കൊറിന്ത്യോസ് 3:16 ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിന്റെ ആലയമായിരിക്കുന്ന ആ ആലയത്തെ നിങ്ങൾ നശിപ്പിക്കുകയാണെങ്കിൽ ദൈവവും അത് നശിപ്പിക്കും. അത് എങ്ങനെയാണ് നമ്മൾ നശിപ്പിക്കുന്നതെന്ന് നമ്മൾക്കൊന്ന് ചിന്തിക്കാം. പ്രത്യേകമായിട്ടും ഇന്ന് ഈ ലോകത്തില് നടമാടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും അതിഭീകരമായ ഒരവസ്ഥയാണ് മദ്യപാനം, മയക്കുമരുന്ന്, അതുപോലെ തന്നെ ജഡീക പ്രവണതകൾ. ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യൻ അവന്റെ സ്വന്തം ശരീരത്തെ തന്നെ നശിപ്പിച്ചുകൊണ്ട് അവന്റെ ആത്മാവിനെയും നശിപ്പിക്കുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഇതിനെന്താണ് ഒരു മാർഗം, എന്താണ് രക്ഷ എന്നുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ ചിന്തിക്കുമ്പോൾ, ആ രക്ഷയിലേക്ക് അവിടുന്ന് പൂർണ്ണമായും വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി അവിടുന്ന് നമ്മളെ രക്ഷയിലേക്ക് ആഹ്വാനം ചെയ്യുന്ന ഒറ്റയാൾ യേശു ക്രിസ്തുവാണ്. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് യേശു എന്ന നാമം അല്ലാതെ വേറൊരു നാമവും നൽകപ്പെട്ടില്ല എന്ന് അവിടുന്ന് അപ്പോസ്തലരുടെ പ്രവൃത്തിയുടെ പുസ്തകത്തിലൂടെ അവിടുന്ന് പറയുന്നു. പ്രത്യേകമായിട്ടും യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് നമ്മൾക്ക് ശാന്തിയും സമാധാനവും നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ സമാധാനത്തിന് ഇത് സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് ഒറ്റ മാർഗമേ ഉള്ളൂ. അത് വിശ്വാസം എന്ന ഒരു മാർഗമല്ലാതെ വേറെ ഒന്നുമില്ല. ഈ വിശ്വാസത്തിലൂടെ മാത്രം അവന്റെ നാമത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, അവന്റെ നാമത്തെ അവിടുന്ന് ഏറ്റുപറയുമ്പോൾ ഈ രക്ഷ നമുക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. അവിടുന്ന് ദൈവമായിരുന്നിട്ടും അവിടുന്ന് തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ഈ ഭൂമിയിൽ അവിടുന്ന് മനുഷ്യനായി അവതരിച്ചു.